So our chapter number 2, motion in a straight line. അല്ലെങ്കിൽ അതിൻ്റെ പേര് motion in a straight line or 1 dimensional, 2 dimensional, 3 dimensional motion. Motion in a straight line. Motion in a straight line. അതിനകത്ത് ആദ്യം പറയാൻ പോകുന്നത് പോയിന്റ് ഒബ്ജക്റ്റ്. ഇപ്പം ഫിസിക്സിൽ ഞാൻ പറയുവാണ്, ഒരു കാറ് കുറവിലങ്ങാട് മുതൽ തോട്ടുക വരെ എൻ്റെ വീട് വരെ ഓടി വന്നു. ഉടനെ ഞാൻ എന്നാ ചെയ്യണേ? പുസ്തക പ്രോബ്ലം ചെയ്യാൻ ഈ കാറിനെ വരച്ചിടാൻ പോവോ? ഇല്ല. ഇതിപ്പോ കുറവിലങ്ങാട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ, കുറവിലങ്ങാട് ഇത് തോട്ടുവാണെങ്കിൽ KVLD, ഇത് തോട്ടുക ആണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ അപേക്ഷിച്ച് നമ്മളുടെ കാറിന്റെ സൈസ് വല്ല 10-20 മീറ്ററൊക്കെ ഉള്ളൂ. ഡിസ്റ്റൻസ് പറഞ്ഞാൽ 4-5 കിലോമീറ്റർ ഉണ്ട് നിങ്ങൾക്ക്. സോ the size of the object is very small compared to the distance between 2 points, then the object is considered as a point object. അപ്പം നമ്മൾ അതിനെ എന്നായിട്ട് കൺസിഡർ ചെയ്യും? നമ്മൾ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ഒരു പോയിന്റ് ആയിട്ട് മാത്രം എടുക്കും. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, അല്ലെ കാർ, അല്ലെ ട്രെയിൻ എന്നൊക്കെ പറയുന്ന സാധനം. അത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്നാണ്? മോഷൻ ഏർപ്പെടണമെങ്കിൽ നമുക്ക് എന്നാ വേണം? ഒരു ഒബ്ജക്റ്റ് വേണം. ഇൻ ഫിസിക്സ്, compared to the distance traveled by a body, its size is negligibly small, then the object is considered as a point object. The object is considered as a point object. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത് പറയാൻ പോകുന്നത്, ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ആ പോയിന്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോയി, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം മോഷൻ ഉണ്ടായി. വാട്ട് ഈസ് മോഷൻ? അല്ലെങ്കിൽ അതിന് സ്ഥാനം മാറി. മോഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? അനങ്ങുന്ന, അനങ്ങിയാ പോരെ, മൂവ് ചെയ്യണം അല്ലേ? അനക്കെന്ന് പറഞ്ഞാൽ പതുക്കെ അനങ്ങുവാണ് വൈബ്രേഷൻ എന്നൊക്കെ പറയാം. ചലനം. വെരി ഗുഡ്. ദാറ്റ് മീൻസ് the change in position, the change in position with respect to time. ശരിയല്ലേ? ഞാൻ ഇവിടെയായിരുന്നു, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നടന്ന് ഉറങ്ങാടി ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് പാലായി ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ തൊടുപുഴ ചെന്നു. അപ്പം ശരിക്കും അതല്ലേ മോഷൻ? ദാറ്റ് മീൻസ് ഇതിപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ്. അതിനെ ഞാൻ x1 എന്ന് വിളിച്ചു, ഇതിനെ x2 എന്ന് വിളിച്ചു, ഇതിനെ x3 എന്ന് വിളിച്ചു, ഇതിനെ x4 എന്ന് വിളിച്ചു. ആദ്യം എനിക്ക് പോകാനെടുത്ത സമയം t1, ഇവിടുന്ന് ഇവിടം വരെയും പോകാനെടുത്ത സമയം t2, ഇവിടുന്ന് ഇവിടം പോകാനെടുത്ത സമയം t3. അപ്പൊ എന്നാ പറ്റണേ? x1ൽ ഇരുന്ന പോയിന്റ് ഒബ്ജക്റ്റ് t1 സമയം കഴിഞ്ഞപ്പോൾ x2 എന്ന് പറയുന്ന മറ്റൊരു ഡിസ്റ്റൻസിലെത്തി. ദാറ്റ് മീൻസ് ദ പോയിന്റ് അല്ലെങ്കിൽ the position of the object is changed with respect to time. That is called a motion. മനസ്സിലായില്ലേ? സിമ്പിൾ. പാർട്ടിക്കിൾ ഉണ്ട്, ഗാലക്സി ഉണ്ട്, പാർട്ടിക്കിൾസ്, സൺ, മൂൺ, പ്ലാനറ്റ്സ്, എവറിത്തിങ്സ് ആർ ഇൻ അണ്ടർ മോഷൻ അല്ലേ? ഇനി രണ്ട് കേസ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് എന്ന് പറയും. വാട്ട് ഈസ് സ്റ്റാറ്റിക്? രണ്ടത് ഡൈനാമിക്സ്. അഗെയിൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഇപ്പൊ നോക്കിയേ, രണ്ട് ചാർജുകൾ ഇവിടെ ഇരിക്കുക, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജ്. ഇത് രണ്ടും റെസ്റ്റിലാണെങ്കിൽ ദ സ്റ്റഡി ബിറ്റ്വീൻ ദിസ് ടു ചാർജസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്.
ഇനി ഇവിടെ ഒരു ചാർജ് ഇരിക്കുകയാണ് ഇലക്ട്രോൺ, ഇവിടെ ഒരു ചാർജ് അല്ല പോസിറ്റീവ്, ഇവിടെ ഒരു ചാർജ് ഇരിക്കുകയാണ് പ്രോട്ടോൺ, ഇവിടെ ഒരു ചാർജ് ഇരിക്കുകയാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്തു, അടുത്ത് വന്നു, അപ്പൊ അവിടെ മോഷൻ ഉണ്ടായില്ലേ? അതിനെ, ആ മോഷനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? ഡൈനാമിക്സ്. സോ ബേസ്ഡ് അപ്പോൺ ദ മോഷൻ, all the physical quantities can be classified into two. One is the quantity or the object which are at a rest, and that is called static. Static nature, static behavior. Electron കേസിലാണെങ്കിൽ electrostatics, മാഗ്നറ്റിന്റെ കേസിലാണെങ്കിൽ magnetostatics, ഒന്നുമില്ലെങ്കിൽ വെറും സ്റ്റാറ്റിക്സ്. ഇനി അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ മോഷൻ ആണ്, കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് ഡൈനാമിക്സ് ആയി, അല്ലെങ്കിൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മോഷൻ. അപ്പൊ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട്, കാരണം ഉണ്ടാകുന്നെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സ്, മാഗ്നറ്റിക്സിന്റെ കേസിൽ മാഗ്നറ്റോ ഡൈനാമിക്സ്, ഇനി അതർ മോഷൻ ആണെങ്കിൽ അതിനെ ഡൈനാമിക്സ് എന്ന് പറയും. Then another term is frame of reference. Very, very important. ഇവിടെ നിന്നാണ് ചോദ്യം തുടങ്ങുന്നത്. ഫ്രെയിം ഓഫ് റെഫറൻസ്. ചിലപ്പോൾ നിങ്ങളെ ഈ വർഷത്തെ ചാപ്റ്റർ സ്കൂളിൽ തുടങ്ങുന്ന യൂണിറ്റ് നമ്പർ 5 ലോസ് ഓഫ് മോഷൻ എന്നായിരിക്കും തുടങ്ങുന്നത്. ഒരു 2 ടീച്ചറുണ്ട്, ഒരാൾ അവിടെ നിന്ന് തുടങ്ങും. ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ ആണോ തുടങ്ങിയത്? അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, അതാണ് ഒരു എക്സ്പീരിയൻസ് മാൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങളോട് ഒരു ചോദ്യമുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നല്ല വൃത്തിയുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു ട്രെയിനില് ഒരാൾ മുൻ സീറ്റിലും ഒരാൾ പുറകിലും ഇരിക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇൻ എ ട്രെയിൻ, one person is sitting in front of a seat and one person behind of a person. This person throw a apple vertically upward. ആ മനുഷ്യൻ ഒരു ആപ്പിളിനെ കൃത്യം മുകളിലോട്ട് എറിഞ്ഞു. ഇത് ആപ്പിളാട്ടോ. അപ്പൊ ട്രെയിൻ ഓടുവല്ലേ, ആ ആപ്പിൾ എവിടെ വീഴും? നിങ്ങൾ നോക്കിയോ, നിങ്ങളെ ക്വസ്റ്റ്യൻ നമ്പർ ഏതൊരു പുസ്തകത്തിന്റെ വലതുവശത്തെ പേജിൽ 2ാമത്തെ കോളത്തിൽ പടം സഹിതം കിടപ്പുണ്ട്, ലോസ് ഓഫ് മോഷന്റെ ചാപ്റ്ററിൽ. ഇതാണ് ഒരു ട്രെയിൻ ഒരു 230 കിലോമീറ്റർ അല്ല ഹൈ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുമ്പിലത്തെ സീറ്റ് ഇരുന്ന ഒരാൾ ഒരു ആപ്പിള് മുകളിലോട്ട് ഇട്ടിരുന്നാൽ ആ ആപ്പിള് എവിടെ വന്ന് തിരിച്ചു വീഴും? ആൻസർ പറ. നേരിട്ട് ലോസ് ഓഫ് മോഷൻ എഴുതാനൊന്നും ഒരു പരീക്ഷയ്ക്കും ചോദിക്കില്ല. ഇങ്ങനത്തെ ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ. 10ാം ക്ലാസ് വരെയുള്ള പിള്ളകളിയൊന്നും അല്ലത്. കാർത്തി, ആ ആപ്പിൾ എവിടെ വീഴും? ആ ആപ്പിള് പുറകിൽ വീഴും. കാർത്തി, പുറകിൽ. ബിഹൈൻഡ് അല്ലേ ഉദ്ദേശിച്ചത്? അതായത് ഇങ്ങോട്ട് പുറകിൽ വീഴും, 2ാമത്തെ ആളുടെ അടുത്തോട്ട്. ഇനി ലക്ഷ്മി, പുറകിൽ തന്നെ വീഴും. ഗുഡ്. ശ്രീലക്ഷ്മി, ആ ക്വസ്റ്റ്യന് വല്ല ഉത്തരം എഴുതി അയക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. എറിഞ്ഞ ആളുടെ മടിയിൽ വീഴും. അങ്ങനെ മടിയിൽ വീഴാൻ ഇയാള് കൈകൊണ്ട് പിടിച്ചാൽ പോരെ. മടിയിൽ വീഴിയില്ല, എറിഞ്ഞത് എവിടെയാണോ സെയിം പൊസിഷനിൽ വീഴും. അതാണ് ഉത്തരം. ഇനി നോക്കിയേ, ഞാനൊരു ബസ് ഇരിക്കുക. ബസ് ഇരുന്നിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പേന മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പേന വളഞ്ഞ് പുറകിലത്തെ സീറ്റുകാരൻ്റെ കൈ പോവോ? എന്ത് കാർത്തി, വളഞ്ഞു പോവോ? ആർത്തി പുറകിലത്തെ സീറ്റ് ഇരിപ്പുണ്ട്, ഞാൻ മുമ്പിലത്തെ സീറ്റ് ഇരിപ്പുണ്ട്. ഞാൻ ഒരു പേന മുകളിലോട്ട് ഇറങ്ങി, ഈ പേന ഇങ്ങനെ റാ പോലെ വളഞ്ഞ് കാർത്തിയുടെ കൈ വന്ന് വീഴുവോ? പിന്നെ എന്നെ ആപ്പിൾ ആണെങ്കിൽ അപ്പൊ അതിനെ പ്രത്യേകത, ആപ്പിളിന് വളയാൻ ശക്തി ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വളയൂന്ന് പറഞ്ഞത്? ഒരു തോന്നലല്ല. ദാറ്റ് ഈസ് കോൾഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇതിനകത്തിരിക്കുന്ന ആൾക്ക് നേരെ മോളിൽ പോയി അയാളുടെ മടിയിലല്ല അയാളുടെ കയ്യിൽ തന്നെ വീഴും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അനദർ പേഴ്സൺ ഹൂ ഈസ് ഇൻ ദ പ്ലാറ്റ്ഫോം, ഒരു പേഴ്സൺ ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാണ്. അപ്പൊ അദ്ദേഹം എന്തിനാണ്? റെസ്റ്റിലാണ്. ട്രെയിൻ എങ്ങനെയാണ്? മോഷനിലാണ്. അപ്പൊ അദ്ദേഹത്തിന് തോന്നും
this apple is moving to backward and പുറകിലത്തെ സീറ്റില് അല്ലെ അതിന്റെ പുറകിലിരിക്കുന്ന ആളുടെ കയ്യിൽ വീഴുന്നതായിട്ട് തോന്നും. മനസ്സിലായോ? That is depend upon the frame of reference. So every motion is related to what? Relating to what? ഇപ്പൊ മോഷനിൽ ഞാൻ ഓടുന്നുണ്ടെന്ന് പറയണമെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന എന്തെങ്കിലും നോക്കിയാലല്ലേ ഞാൻ ഓടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? That frame, that is called frame of reference. That means the motion of every body described about the motion of every body described about a reference point that is called frame of reference. മനസ്സിലായില്ലേ? ഇനി ഫ്രെയിം ഓഫ് റെഫറൻസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു മോഷൻ തുടങ്ങുന്നത്, ഇത് ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ്, ഇത് തേർഡ് പോയിന്റ്, ഇത് ഫോർത്ത് പോയിന്റ്, ഇത് ഫിഫ്ത്ത് പോയിന്റ്, അടുത്ത 6th പോയിന്റ്. നമ്മളൊരു മോഷൻ തുടങ്ങുന്നത് എപ്പോഴും ഒറിജിനിൽ നിന്നായിരിക്കും, ശരിയല്ലേ? ഇപ്പം ഇതാണ് നമ്മളുടെ 3 ഡയമെൻഷൻ മോഷൻ ആണ്. നമ്മൾ എക്സ് ആക്സിസിന്റെ 0, വൈ ആക്സിസിന്റെ 0, ഇസഡ് ആക്സിസിന്റെ 0. അപ്പൊ നമ്മൾ 0 0 0 എന്ന് പറയും. ദാറ്റ് ഈസ് ദ ഒറിജിൻ ഓർ ഇനിഷ്യൽ പോയിന്റ് ഓഫ് മോഷൻ. ഇത്രയും പോയിന്റുകൾ പഠിച്ചിട്ട് വേണം നമുക്ക് ചാപ്റ്റർ കയറാൻ. സോ വാട്ട് ഈസ് എ പോയിന്റ് ഒബ്ജക്ട്? That's the meaning of a motion. What is then examples of motion? What is the relation between static and dynamics? Then for every motion we want to define a frame of reference as well as an origin. Clearly? The physical quantities are classified into 2: scalars and vector quantity. Scalar and vector quantity. Scalar quantities means that consider 2 points. This is P, this is Q. നേരെയാണ് ഇവിടുന്ന് കോട്ടയം വരെ, കുറവിലങ്ങാടുന്നു, നേരെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിൽ പോകാൻ എനിക്ക്. സോ the straight line distance or straight line motion, കോട്ടയത്തേക്ക് പോകണം, ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ പോകണം. മോഷൻ ഇൻ എ ഡയറക്ഷൻ, കൃത്യം ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി നോക്കിയേ, ഞാൻ ഇവിടുന്ന് ഏറ്റുമാനൂര് എന്ന് വെച്ച്, നേരത്താസി എന്ന് വെച്ച്, അവിടുന്ന് അമലഗിരി എഴുതെങ്കിൽ മെഡിക്കൽ കോളേജ് വഴി ചുറ്റിയും കോട്ടയത്തില്ല. ഞാൻ ഇവിടുന്ന് പാലായിക്ക് എന്ന് വെച്ച്, പാലായിന്ന് അവിടെ മറ്റേ ബ്രില്യൻറ്റിന്റെ ഒക്കെ അവിടെ വന്നേച്ച്, അവിടുന്ന് ഏറ്റുമാനൂർ വന്നേച്ച്, അവിടുന്ന് കറങ്ങിച്ചെല്ലാം. അപ്പം ഇതിനെ ഫസ്റ്റ് പാത്ത് എന്ന് ഞാൻ വിളിച്ചു, അല്ല വേണ്ട, ഇതിനെ തന്നെ ഫസ്റ്റ് എന്ന് വിളിച്ചു, ഇതിനെ സെക്കൻഡ് എന്ന് വിളിച്ചു, ഇതിനെ തേർഡ് എന്ന് വിളിച്ചാല് the first and third one are called distance. First and third one are called distance. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്ത ദൂരം. But the second one, the shortest distance, or that depend upon the magnitude and direction. The direction is represented by a arrowhead. Kanda? That is called displacement. That is a vector quantity. That means the quantity which depends both magnitude and direction. Both magnitude and direction. Let's consider here x is the distance. Then നമുക്കറിയാം സ്പീഡ് ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, സ്പീഡ് എന്ന് പറഞ്ഞാൽ
ഡിസ്റ്റൻസ് ബൈ ടൈം. വെക്ടറിൽ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞാൽ വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടെ ഇത് 10 മീറ്റർ, 5 മിനിറ്റ് കൊണ്ട്. ഇത് 20 മീറ്റർ 10 മിനിറ്റ് കൊണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഫസ്റ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് 20/10 2 കിട്ടും. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 10/5 അതും 2 കിട്ടും. ഒരേ വാല്യൂ വന്നേ ഉള്ളൂ, തെറ്റൊന്നുമില്ല. ഇത് വെലോസിറ്റി, ഇത് സ്പീഡ്. രണ്ടിന്റെ യൂണിറ്റ് തന്നെയാണ് ഡിസ്റ്റൻസ് ബൈ ടൈം ഓർ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണേലും മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചുള്ള ഡയമെൻഷൻ ആണെങ്കിലോ L/T or L(T)⁻⁻1. This is also L(T)⁻1. ഇനി വെലോസിറ്റി ബൈ ടൈം അതെന്നാണ്? ആക്സലറേഷൻ. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വെലോസിറ്റിയുടെ കൂടെ ഒരു ടൈമും കൊണ്ടോടെ ഡിവൈഡ് ചെയ്യും. ദാറ്റ്സ് ഈക്വൽ ടു L(T)⁻². അടുത്തൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് മൊമെന്റം. മൊമെന്റം സ്മോൾ p ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതെല്ലാം വെക്ടറാണ്. അപ്പൊ ഈ വെക്ടർ ഉള്ളതെല്ലാം വെക്ടറോടെ ഇടുന്നു. അടുത്തതാണ് ഫോഴ്സ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു ആക്സലറേഷൻ. അത് വെക്ടറാണ്. സോ ഫോഴ്സ് F എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. ആക്സലറേഷൻ, മൊമെന്റം, ഫോഴ്സ്. പിന്നെ ഇവിടെ നോക്കി മാസ്. മാസ് എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷെ ഇവിടെ വരുമ്പം വെയിറ്റ് W എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, താഴത്തേക്കുള്ള കൃത്യമായ പുള്ളി. So that is a vector quantity. Weight is a vector quantity. Mass is a scalar. Okay. അങ്ങനെ കുറെ എക്സാമ്പിൾ ഉണ്ട്. മാസ് സ്കെയിലാർ ആണ്, എനർജി സ്കെയിലാർ ആണ്, എൻട്രോപ്പി സ്കെയിലാർ ആണ്. മാസ് കഴിഞ്ഞാൽ ഡെൻസിറ്റി സ്കെയിലാർ ആണ്, മാസ് ബൈ വോളിയം. ഡെൻസിറ്റി സ്കെയിലാർ ആണ്. ലെങ്ത്, ഏരിയ, നീളം അളന്നാൽ അത് സ്കെയിലാർ ആണ്. എങ്ങോട്ടും നമ്മൾ പറയുന്നില്ല. ഏരിയ അളന്നാൽ അത് സ്കെയിലാർ ആണ്. പിന്നെ ടെമ്പറേച്ചർ അളന്നാൽ അത് സ്കെയിലാർ ആണ്. വർക്ക് അളർന്നാൽ അത് സ്കെയിലാർ ആണ്. പവർ, വർക്ക് ബൈ ടൈം, പവർ അളർന്നാലും അത് അപ്പൊ കുറെ ക്വാണ്ടിറ്റി വന്നു വെച്ചാൽ സ്കെയിലാർ വെക്ടർ ആയിട്ട് തിരിക്കാൻ ചോദിച്ചാലും നല്ലൊരു ചോദ്യം. നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഈ 3-4 ഒന്ന് മാസ്, എനർജി, വർക്ക്, പവർ. ഇതെല്ലാം സ്കെയിലാറാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് mg വെയിറ്റ്. ബാക്കി നമുക്കറിയാം. മൊമെന്റ് എന്ന് പറയാൻ P ഇൻറ്റു V ആണ്. വെയിറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, ബട്ട് മാസ് ഈസ് എ scalar quantity. So scalar quantity which depends only the magnitude. Depends only magnitude. Here it depends both magnitude and direction. അങ്ങനെ പല വഴികളൊക്കെ ടീച്ചർ ഇഷ്ടമുള്ള പോലെ വരച്ചു തന്നോളൂ. The shortest and straight line distance from one point to another. That is the smallest value. That is called displacement. Displacement, velocity, acceleration, momentum, force, weight. ഇത്രേ ഓർക്കുക. പിന്നെ 2-3 ഞാൻ പറഞ്ഞുതരാം. ലിഫ്റ്റ്, അപ്വേർഡ്. ഒരു സാധനം പൊക്കുമ്പം അത് മുകളിലോട്ട് പൊങ്ങണം. ഡയറക്ഷൻ ഉണ്ട് മുകളിലോട്ട്. അതുപോലെ ഡ്രാഗ്, ഒരു വിമാനം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ എയർ പുറകോട്ട് അതിനെ വലിക്കും, ഡ്രാഗ്. പിന്നെ ത്രസ്റ്റ് എന്ന് പറയും. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. വർക്ക് എനർജി
ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേന് എയറിന് അപ്വേർഡ് ത്രസ്റ്റ്, താഴെ വോളിയം എയർഫോയിൽ ഷേപ്പ് ഉള്ളതുകൊണ്ട് അത് മുകളിലേക്ക് ഒരു അപ്വേർഡ് ത്രസ്റ്റ് ഉണ്ടാകും. അപ്പൊ ഇത്ര എണ്ണേ ഉള്ളു വെക്ടർ, ബാക്കി എല്ലാം സ്കെയിലറാന്ന് ഓർക്കണം കേട്ടോ. അതായത് ഏതൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, മൊമെന്റം, ഫോഴ്സ്, വെയിറ്റ്, ലിഫ്റ്റ്, ഡ്രാഗ്, ത്രസ്റ്റ്. These all are vectors. എഴുതിയെടുക്കാവോ?